ശ്രീ അജിംസ്, ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട ഏറെ ആദരണീയനായ ശ്രീ കെ ടി കുഞ്ഞിക്കൻ അവർ പറഞ്ഞത് എനിക്ക് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ഒരു തമാശയാണ് തോന്നിയത്. കാരണം നമ്മൾ സാധാരണ ഈ ഉത്സവപ്പറമ്പിൽ പോക്കറ്റടിക്കാരൻ കാണിക്കുന്ന ഒരു വിദ്യയുണ്ട്. പോക്കറ്റടിക്കാരൻ സാധാരണ ഉത്സവപ്പറമ്പിൽ പിടിക്കപ്പെടുന്നത് കണ്ടാൽ ചെയ്യുക, മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചത് അയാൾ പോക്കറ്റടിച്ച് ഓടുന്നതെന്ന് പറയും. ആളുകൾ അവർക്ക് പിന്നിൽ ഓടും എന്ന പോലെയാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഇപ്പൊ പ്രശ്നക്കാരൊന്നും ഞങ്ങളല്ല, ഞങ്ങൾ പല മതേതരവാദികളാണ് എന്ന് പറഞ്ഞു തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് പഴയ കുറെ ചരിത്രങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാം, വളരെ ആദരണീയനായ വളരെ സീനിയറായ കോമ്രേഡിനോട് എനിക്ക് പറയാനുള്ളത്, പുതിയ കാലമാണ്, ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും. നിങ്ങളിങ്ങനെ കനകോലും അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ ഡീലുണ്ടാക്കുന്നു എന്ന് ഹൈപ്പോത്തറ്റിക്കലി കുറെ കഥകൾ ഉണ്ടാക്കിയാൽ, കുറെ ഊതി വീർപ്പിച്ചാൽ അത് അതുപോലെ വിഴുങ്ങുന്നവരല്ല മലയാളികൾ എന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളോട് നല്ല നമസ്കാരം പറയാ എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളൂ. ഇനി അജിംസ്, രണ്ട് കാര്യം. 2022 ഡിസംബർ മാസം 10-ാം തീയതി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും കണ്ടുകൊണ്ട് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞു, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ലേയില്ല. അതിന്റെ പിറകിൽ ഷംസീർ ഉൾപ്പെടെ പല ആളുകളും പറഞ്ഞു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇടതുപക്ഷത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം 2022 ഡിസംബർ മാസം 11-ാം തീയതി എറണാകുളത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല, അവരെ അകറ്റി നിർത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇനി എന്റെ ചോദ്യം, 2022 ഡിസംബർ മാസം 10-ന് CPMന്റെ പാർട്ടി സെക്രട്ടറിയും 11-ന് CPIയുടെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞ അവിടെ ഇങ്ങോട്ട് നിങ്ങൾ എടുക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോ ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടായി വരാനുള്ള ഒരു കാരണം എന്താ ഉണ്ടായത്? എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? ബാലൻ എന്ന് പറയുന്ന CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവ് മാറാതെ ഓർമ്മപ്പെടുത്താൻ കേരളത്തിൽ എന്താണ് പ്രത്യേകമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത്? പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ജാഥയുടെ സമാപനത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം പറഞ്ഞിട്ടുള്ള ജാഥയുടെ സമാപനത്തിൽ മാറാട് വീണ്ടും ഓർമ്മപ്പെടുത്താൻ എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? സജി ചെറിയാൻ ഈ നെയിം സെൻട്രിക് ആയിട്ടുള്ള തിയറിയൊക്കെ കൊണ്ടുവരാൻ എന്താ കേരളത്തിൽ സംഭവിച്ചത്? അതിനിടയിൽ സംഭവിച്ച ഒന്നേ ഉള്ളൂ, 2025-ലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം ഇടതുപക്ഷത്തിനുണ്ടായി. അതല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടായതായിട്ട് അജിംസ് നമ്മൾ കാണുന്നുണ്ടോ? UDF ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടി, LDF ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടായി. ഇനി ഇവിടെ സാധാരണ BJP ചെയ്യാറുള്ള ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സ് ഉണ്ടാക്കണം. അതിന് ചില സമുദായ നേതാക്കന്മാരെ കൊണ്ട് ഇവർ ആസൂത്രിതമായി അതിനനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി. നോക്കൂ, നിങ്ങൾ കേരളത്തിൽ ഒരു പഠനം പുറത്തു വന്നല്ലോ, കേരളീയ മാസിക എന്ന് പറയുന്ന ഒരു മാസിക ഒരു സമുദായ നേതാവിന്റെ 2 മാസത്തിനിടയിലുള്ള 62 വർഗീയ പ്രസംഗങ്ങൾ അവർ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചു. ഒന്നിൽ പോലും കേസെടുത്തിട്ടില്ല. അപ്പോ ഒളിഞ്ഞും തെളിഞ്ഞും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. പക്ഷേ അതും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോ CPM നേതാക്കന്മാർ നേരിട്ടിറങ്ങിക്കൊണ്ട് ഈ ധ്രുവീകരണ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ രണ്ടു കാര്യം പറയാം ശ്രീ അജിംസ്. ഒന്ന്, RS ഈ ശബ്ദം നമുക്ക് പരിചയമുണ്ട്. ഇവരുടെ ഈ സംസാരത്തിന്റെ ഭാഷയും ഈ സംസാരത്തിലെ പദപ്രയോഗങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ ആദ്യമായി കേൾക്കുന്നതല്ല. നമുക്കിത് കേട്ട് ശീലമുണ്ട്. പക്ഷെ നമ്മളത് കേട്ടത് BJP നേതാക്കന്മാരിലായിരുന്നു, RSS നേതാക്കന്മാരിലായിരുന്നു. നോക്കൂ, നിങ്ങൾ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളുടെ എല്ലാ തരത്തിലുള്ള വർഗീയവും വംശീയവുമായ അവരുടെ പ്രവർത്തനങ്ങളുടെ പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ പരീക്ഷണശാലയായിട്ടുള്ള ഗുജറാത്ത്, ആ ഗുജറാത്തിൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് വരുന്ന സമയത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒരുമിച്ച് ഗുജറാത്തിൽ ഒരു റാലി നടത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ മണിക്കൂറുകളിൽ. എന്നിട്ട് ആ സമയത്ത് അമിത്ഷാ നടത്തിയൊരു പ്രസംഗമുണ്ട്, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. എന്താ അമിത്ഷാ നടത്തിയ പ്രസംഗം? നിങ്ങൾക്ക് അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകണോ, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുക. അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആവാതിരിക്കണോ, അതിന് BJPക്ക് വോട്ട് ചെയ്യുക. ഈ നെയിം സെൻട്രിക് ആയിട്ടുള്ള പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ ഈ ഭാഷ നമുക്ക് പരിചയമുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോ AK ബാലൻ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞതിന് പിന്നെ താല്പര്യം എന്താണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആഭ്യന്തര വകുപ്പായിട്ടൊരു ബന്ധമില്ല എന്ന് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയാണ് മത്സരിച്ചത്. അപ്പോ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് തന്നെ ഉപയോഗിക്കണം എന്ന് ഇവർക്ക് ശാഠ്യം? എന്താണ് SNDPയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള BDJS മത്സരിക്കുമ്പോൾ SNDP എന്നവർ വിളിക്കുന്നില്ലല്ലോ, അതിനെ BDJS എന്ന് തന്നെ വിളിക്കാനല്ല ആഗ്രഹിക്കുക. BDJS എന്ന് പോലും പറയുന്നില്ല, NDA എന്നാണ് CPM നേതാക്കന്മാർ പറയുക. അപ്പൊ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ആ പേര് തന്നെ ഉപയോഗിക്കണം എന്ന താല്പര്യം എന്താണ്? അത് അഹമ്മദ് പട്ടേൽ എന്ന പേരിനെ എങ്ങനെയാണോ സംഘപരിവാർ സംഘടനകൾ അവസാന ഘട്ടങ്ങളിൽ ഗുജറാത്തിൽ ഉപയോഗിച്ചത്, അതേ പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ ഒരു പുതിയ രൂപത്തെ CPM കേരളത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. നോക്കൂ, മലപ്പുറവും കാസർഗോഡും എന്ന് പറഞ്ഞ സജി ചെറിയാൻ
എന്തുകൊണ്ടാണ് പത്തനംതിട്ടയും ഇടുക്കിയും കോട്ടയവും പറയാതെ പോകുന്നത്? അത് പറയാതെ പോകുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സംഘപരിവാർ സംഘടനകൾ പറയുന്ന പേരിന്റെ രാഷ്ട്രീയം അത് മലപ്പുറവും കാസർഗോഡും പറഞ്ഞാലാണ് ധ്രുവീകരണം ഉണ്ടാവുക എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അജിംസ്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ സംസാരം അവസാനിപ്പിക്കാം. നമുക്കറിയാം സ്വാഭാവികമായി ജനാധിപത്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ജനാധിപത്യത്തിന്റെ ആധുനിക ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്ന റൂസോ തന്നെ പറയുന്നുണ്ട് ജനാധിപത്യം പൂർണ്ണ വിജയകരമായ ഒരു പദ്ധതിയല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ സ്വഭാവം എന്താണ്? അത് പ്രാതിനിധ്യ സ്വഭാവമാണ്. അവിടെ ഡെമോക്രാറ്റിക്കലായ സ്ട്രക്ചറും പോപ്പുലേഷൻ സ്ട്രക്ചറും ഒക്കെ ജനാധിപത്യത്തിനെ പോസിറ്റീവായി ബാധിച്ചുകൊണ്ടിരിക്കും. അത് പോസിറ്റീവായിട്ട് കാണാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ മലപ്പുറത്ത് സ്വാഭാവികമായി ജയിച്ചു വരുന്ന ആളുകളിൽ മലപ്പുറത്തെ ഒരു പോപ്പുലേഷൻ സ്ട്രക്ചറിനനുസരിച്ചാണ് അവിടുത്തെ ആളുകൾ വിജയിച്ചു വരിക. ഇത് ഞങ്ങൾ മാത്രമല്ല, 33-ൽ 27 മുസ്ലിം സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചു. അതാണ് സജി ചെറിയാൻ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഉയർത്തി കാണിച്ചത്. ഞാൻ ചോദിക്കട്ടെ, തോറ്റ 33 പേരുണ്ടല്ലോ ശ്രീ അജിംസ്, തോറ്റ 33-ൽ എത്ര പേർ ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് ഉണ്ട്? നിങ്ങൾ പരിശോധിക്ക്. CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ തോറ്റ 33 പേരിൽ 23 പേര് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. അപ്പൊ എന്ത് വ്യത്യാസം എവിടെ ഉണ്ടായത്? എന്ത് പ്രശ്നം എവിടെ ഉണ്ടായത്? പറയുന്ന കേരളത്തിലെ ഈ മലപ്പുറം ജില്ലയിലെ നിയമസഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച 16 പേരിൽ 13 പേര് മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. അപ്പൊ എന്താ അവിടെ ഒന്നൊരു പ്രശ്നമില്ലേ? അപ്പൊ ഇവർ തോറ്റതും മറ്റൊരു വിഭാഗം ജയിച്ചതുമാണ് പ്രശ്നം. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇങ്ങനെയല്ല പൊതുവായി അഡ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം മലപ്പുറത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളാണ്. ബിജെപിക്കും ലീഗിനും ജനപ്രതിനിധികൾ ഉണ്ടാകുന്നു. ബിജെപിയും ലീഗും ഒന്നാണ്. അവർ വർഗീയ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇതാണ് പിന്നീട് വിശദീകരിച്ചത്. അതിന് ഉദാഹരണമായി ഇപ്പോൾ തന്നെ KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ഷാജിയുടെ പ്രസംഗം, അബ്ദുറഹ്മാൻ കല്ലയുടെ പ്രസംഗം, SAR നടപ്പാക്കുന്നത് പിണറായി വിജയനാണെന്ന് പ്രസംഗിക്കുക, പിണറായിയിലെ പള്ളി പൊളിച്ചത് പിണറായി വിജയന്റെ അനിയനാണെന്ന് പറയുക, പിണറായി ആണ് തലശ്ശേരി കലാപത്തിന്റെ സൂത്രധാരൻ എന്ന് പറയുക. ഇതിനൊക്കെ എന്ത് വസ്തുതാപരമായ പിൻബലമാണുള്ളത് PK നവാസ്? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന KM ഷാജി മതമാണ് പ്രശ്നം എന്ന് പറയുന്ന വാചകം അങ്ങേയറ്റം അപകടകരമാണ്. നമ്മൾ അത് മാത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കേട്ട ആളാണ് ഞാൻ. അദ്ദേഹം ആ പ്രസംഗത്തിന്റെ ആ പോയിന്റിലേക്ക് എത്തുന്ന ഒരു ഘട്ടവും അതിന് മുമ്പും ശേഷമുണ്ട്. നിങ്ങൾ പോയി കാണും. ഈ കഴിഞ്ഞ ദിവസം KM ഷാജിയുടെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യമുണ്ട്. എന്നെ ഓർമ്മിച്ചിട്ടാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. വളരെ വിശദമായി അദ്ദേഹം അതിന് മറുപടി പറഞ്ഞല്ലോ. എന്താ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അത് കേൾക്കാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം കേട്ടിട്ടുണ്ടാകും, പക്ഷെ അത് പറയാതിരിക്കും. കാരണം അതിന്റെ അപ്പുറം ഇപ്പുറം ആളുകൾ കേൾക്കാതിരിക്കണം. ഈ വാചകം മാത്രം കേൾക്കണം. അപ്പോഴേ തെറ്റിദ്ധാരണ ഉണ്ടാകും. ഈ പറയുന്ന തലശ്ശേരി കലാപത്തിൽ പിണറായി വിജയന് പങ്കുണ്ട്. അത് KM ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാദമാണ്. അതെങ്ങനെ വർഗീയമാവുക? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഡിബേറ്റിന് തയ്യാറാവൂ. ഞങ്ങൾ തയ്യാറാണല്ലോ. അത് വർഗീയമായ നിസ്സാരമായ ആക്ഷേപമല്ല, നിങ്ങളൊരു രാഷ്ട്രീയ ആക്ഷേപം മാത്രമല്ല PK നവാസ്.